ഇന്ത്യയിലെ ടെക്കികൾക്ക് ആശങ്ക പടർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. ഇന്ത്യയിൽ നിന്ന് IT മേഖലകളിലേക്ക് ഉദ്യോഗസ്ഥരെ ജോലിക്കെടുക്കുന്നത് നിർത്തിക്കോളാൻ എന്നാണ് ഗൂഗിളിനോടും മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ടെക് ഭീമന്മാരോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ളവർക്ക് കൂടുതൽ മുൻഗണന നൽകാനാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അതായത് വലിയ വിശാല മനസ്കത ഒന്നും ഇക്കാര്യത്തിൽ വേണ്ട എന്ന് ട്രംപ് പച്ചയ്ക്ക് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അഖില CP ആണ് ചേരുന്നത്. അഖില, എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു ടെക് മേഖലയിലേക്ക് വരുമ്പോൾ അവരുടെയൊക്കെ വലിയൊരു സ്വപ്നമായിരിക്കും US കമ്പനികളിൽ ജോലി ചെയ്യുക എന്നുള്ളത്. അത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ആളുകളെ എടുക്കണ്ട, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇത്തരം കമ്പനികൾ തുടങ്ങണ്ട അല്ലെങ്കിൽ തുടരേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാട്, കടുത്ത നിലപാടാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ട്രംപ് എവിടെയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. അതെ, ട്രംപിന്റെ ഈ പുതിയ പ്രഖ്യാപനം ഇന്ത്യൻ ടെക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ വാഷിംഗ്ടണിൽ നടന്ന ഒരു AI ഉച്ചകോടിയിലാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വരുന്നത്. നമുക്കറിയാം, അധികാരത്തിൽ ഏറിയതു മുതൽ പുതിയ വിവാദ പ്രഖ്യാപനങ്ങൾ, വിവാദ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ പ്രഖ്യാപനം ഇന്ത്യൻ ടെക്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഉണ്ടാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ വിദേശത്ത് ഓപ്പർച്യൂണിറ്റീസ്, വിദേശത്ത് അവസരങ്ങൾ തേടി പോകുന്നവരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യൻ ടെക്കുകളെയും വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇന്ത്യ എന്നും ചൈന എന്നും പേരെടുത്തിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇന്ത്യയിൽ നിന്ന് പുതിയ നിയമനങ്ങൾ നടത്തുന്നതിൽ നിങ്ങൾ കുറയ്ക്കണം. അതായത് വൻകിട ടെക് ഭീമന്മാരായ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർക്കാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ ഈ രാജ്യത്തുള്ളവരാണ്, ഈ രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടാണ് നിങ്ങൾ പല സേവനങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള ആളുകൾക്കാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഈ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ടെക്കുകൾ ഇന്ത്യയിൽ നിന്നും പുറത്ത് ചൈനയിൽ നിന്നൊക്കെ നിയമനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഈ പറയുന്നതുപോലെ സ്വന്തം രാജ്യത്തുള്ള അമേരിക്കയിലുള്ളവർക്ക് ഒരുപാട് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിലവസരങ്ങൾ അമേരിക്കയിലുള്ളവർക്ക് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ടെക്കുകൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു നിർദ്ദേശം മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇത് നിയമനിർമ്മാണം ആകുക എന്തെങ്കിലും ചെയ്താൽ അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം അത് ഇന്ത്യൻ ടെക്കുകളെ ബാധിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പല IT പ്രൊഫഷണൽസും അമേരിക്കൻ ടെക് കമ്പനികളുമായിട്ട് ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും. ഔട്ട്സോഴ്സിംഗ് കമ്പനികൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും. വിദേശ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഈ പറയുന്നത് പോലെ അവസരങ്ങൾ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഇതൊരു വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മാഗ ക്യാമ്പയിൻ്റെ ഭാഗമായി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ ഒന്നാമതാക്കുക എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, കുടിയേറ്റക്കാരെ എല്ലാം രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ പറഞ്ഞതുപോലെ നിയമനങ്ങൾ നടത്തുന്നതിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ വന്നാൽ ഈ ടെക് കമ്പനികൾക്ക് അത് വലിയൊരു ചിലവായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തം രാജ്യത്തുള്ളവർക്ക് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ ഇവരും ഈ നിയമനം നടത്തുന്നതിൽ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിയമനം നടത്തുന്നതിൽ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പോൾ വലിയ ആശങ്കയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ അവസരങ്ങൾ കുറയും, ഇന്ത്യൻ ടെക്കുകൾക്ക് അവസരങ്ങൾ കുറയും എന്ന ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.